ഇവിടെ എത്ര കേരള കോൺഗ്രസ് പാർട്ടികളുണ്ട്? പിളർന്നും വളർന്നും ലയിച്ചും പിന്നെയും പിളരുന്നതാണ് കേരള കോൺഗ്രസ് ചരിത്രം. അരനൂറ്റാണ്ടായിട്ടും മാറ്റമില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ പ്രതിഭാസം. രാജ്യത്താകെടുത്താൽ ഇങ്ങനെയൊന്ന് ജനതാ പാർട്ടി മാത്രമാണ്. ജനതാ കുടുംബത്തിൽ നിന്ന് ചിന്നിച്ചിതറിയ 40ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഇന്നുണ്ട്. ജനതാ പാർട്ടികളെക്കാൾ പഴക്കമുള്ള കേരള കോൺഗ്രസ് കേരളത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഈ ചെറിയ കേരളത്തിൽ 8 കേരള കോൺഗ്രസ് പാർട്ടികളുണ്ട്. 5 LDFിലും 2 UDFിലും 1 NDA മുന്നണിയിലും. ആനുപാതിക കണക്ക് നോക്കിയാൽ പിളർപ്പിന്റെ റെക്കോർഡ് കേരള കോൺഗ്രസിനാകും. 1964 ദേശീയ അന്തർദേശീയ വിഷയത്തിൽ CPIയും ഗ്രൂപ്പിസത്തിൽ കേരളത്തിലെ കോൺഗ്രസും പിളർന്ന കാലം. CPI പിളർന്ന CPMും കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസും പിറവികൊണ്ടു. തൊട്ടടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിളർന്ന് പിറവിയെടുത്ത ആ 2 പാർട്ടികളാണ് കരുത്ത് കാട്ടിയത്. എന്നാൽ ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാനാകാത്തതിനാൽ സർക്കാർ രൂപീകരിച്ചില്ല. പാർട്ടി രൂപീകരണത്തിന്റെ 12ാം വർഷത്തിലാണ് കേരള കോൺഗ്രസിലെ ആദ്യ പിളർപ്പ്. 1976 പാർട്ടി സ്ഥാപകൻ KM ജോർജിന്റെ മരണശേഷം മറ്റൊരു സ്ഥാപക നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു അത്. കേരള കോൺഗ്രസ് B. പിന്നെ പിളർന്നു പോകുന്ന നേതാക്കൾ പുതിയ പാർട്ടിയെ കേരള കോൺഗ്രസിനൊപ്പം സ്വന്തം പേര് ചേർത്ത് വിളിച്ചു. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് ജേക്കബും സ്കറിയ തോമസ് വിഭാഗവും ഒക്കെയായി. കേരള കോൺഗ്രസ് രൂപീകരണത്തിന് കാരണക്കാരനായ PT ചാക്കോയുടെ മകൻ PC തോമസ് പിളർന്നും മുന്നണി മാറിയും ഇപ്പോഴും രാഷ്ട്രീയ ഭാഗ്യം പരീക്ഷിക്കുകയാണ്. സ്ഥാപകൻ KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് സ്വന്തം പേരിൽ പാർട്ടി ഉണ്ടാക്കിയില്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിലും വൈകാതെ ജോസഫിനൊപ്പം ചേർന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ പാർട്ടികളെ നയിക്കുന്നത് ആ പാർട്ടികൾ സ്ഥാപിച്ചവരുടെ മക്കൾ തന്നെയാണ്. മാണിയുടെ മകൻ ജോസ് കെ മാണി, ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാർ, TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് എന്നിവർ. ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഉഷ മോഹൻദാസിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് Bയുടെ വിമത വിഭാഗവുമുണ്ട്. PJ ജോസഫിന്റെ കേരള കോൺഗ്രസിന് ഇപ്പോൾ ബ്രാക്കറ്റ് ഇല്ല. കേരള കോൺഗ്രസ് എന്ന് മാത്രമാണ് പാർട്ടിയുടെ പേര്. പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ 25 MLAമാരുണ്ടായിരുന്നു കേരള കോൺഗ്രസിന്. ഇപ്പോൾ പല മുന്നണിയിലെ പല കേരള കോൺഗ്രസുകാർക്കെല്ലാം കൂടി 10 MLAമാരും 2 MP മാരും. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾക്കെല്ലാം കൂടി കിട്ടിയത് 7% താഴെ വോട്ടും. 1965 13% വോട്ട്. പിളരും തോറും വളരുമെന്നാണ് KM മാണിയുടെ സിദ്ധാന്തം. എന്നാൽ ഷഷ്ടി പൂർത്തിയായ കേരള കോൺഗ്രസുകാർക്ക് തളർച്ചയുടെ കാലമാണിപ്പോൾ. കേരള കോൺഗ്രസിന്റെ കോട്ടയായ കോട്ടയത്ത് ഈ തിരഞ്ഞെടുപ്പിൽ 2 കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടുന്നു എന്നത് മറ്റൊരു കൗതുകം. ജോസഫ് ഗ്രൂപ്പിലെ അസ്വാരസ്യങ്ങളിൽ വീണ്ടും ഒരു പിളർപ്പ് ഉണ്ടാകുമെന്നാണ് ഒടുവിലത്തെ സൂചനകൾ.